ഹലോ ഡിയേഴ്സ്, സിനിമാ നോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, മലയാളത്തിൽ ഒരുപാട് സിനിമാ സംബന്ധിയായ യൂട്യൂബ് ചാനലുകളുണ്ട്. ഒരുപാട് ഫിലിം റിവ്യൂ ചാനൽസ് ഉണ്ട്. അതിനിടയിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ ചാനലായ സിനിമാ നോട്ടം അവതരിപ്പിക്കുകയാണ്. സിനിമാ നോട്ടം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേവലം ഫിലിം റിവ്യൂ എന്നതിനപ്പുറത്തേക്ക് സിനിമയെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവമായ ചർച്ചകൾ, സംവാദങ്ങൾ, നമ്മൾ മുൻപ് കണ്ടു മറന്ന പല സിനിമകളെയും കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കുക, നിങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ അറിയുക. ഇതൊക്കെയാണ് ഈ ചാനൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സിനിമാ നോട്ടത്തിലേക്ക് എല്ലാ പ്രിയ സിനിമാ പ്രേമികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, മലയാളികളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ സിനിമകളാണ്. അത് വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ പ്ലാൻ ചെയ്യുന്നു. ആ സമയത്ത് തന്നെ ദൃശ്യം 3 റിലീസ് ആവുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് എന്തുകൊണ്ട് ദൃശ്യം വെച്ച് നമുക്ക് തുടങ്ങിക്കൂടാ. ദൃശ്യം എന്ന് പറയുന്നത് വെറും ഒരു സിനിമ എന്നതിലപ്പുറം മലയാളിക്ക് എങ്ങനെയാണ്, മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ ഒരു ഇൻഫ്ലുവൻസ് മലയാളിക്ക് എത്രത്തോളമാണ്, ഒരു നടൻ, ഒരു താരം, എല്ലാ രീതിയിലും മലയാളിയുടെ പ്രിയപ്പെട്ട മോഹൻലാലിന്റെ ദൃശ്യം ഫ്രാഞ്ചൈസി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് മലയാളിക്ക് ദൃശ്യം പ്രിയപ്പെട്ടതാവും? എന്തുകൊണ്ടായിരിക്കാം ദൃശ്യം മലയാളിക്ക് പ്രിയപ്പെട്ടതാവുന്നത്? ഹരിക്ക് എന്താണ് തോന്നുന്നത്? ദൃശ്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ദൃശ്യം മലയാളികൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കുടുംബം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ അവർ അവതരിപ്പിച്ച രീതിയാണ്. മലയാളികൾക്ക് എല്ലാ കാലത്തും ഈ കുടുംബ ചിത്രങ്ങളോട് ഒരു പ്രത്യേക താല്പര്യമുള്ളതാണ്, അല്ലെ? നമുക്ക് സത്യന്തിക്കാടിന്റെ ഒക്കെ ചരിത്രം നോക്കിയാൽ അറിയാം, മലയാളികൾ എല്ലാ സിനിമകളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ കുടുംബ വിഷയമായി വരുന്ന സിനിമകൾ മലയാളിക്ക് പൊതു ഇഷ്ടമാണ്. ദൃശ്യത്തിന്റെ ഒരു USP എന്ന് പറയുന്നത്, ദൃശ്യം കൃത്യമായിട്ട് മലയാളിക്ക് എന്താണോ, മലയാളി കുടുംബത്തെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനെ അതേപോലെ കൊടുത്തു എന്നുള്ളത്. അതിൽ കുറച്ച് പിന്നെ ത്രില്ലർ എലിമെന്റ്സും കുറച്ച് കൊമേഴ്ഷ്യൽ എലിമെന്റ്സ് ഒക്കെ ചേർത്തുകൊണ്ട് മലയാളിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുടുംബത്തെ അങ്ങ് കൊടുത്തു. അപ്പൊ എങ്ങനെയാണ് അതിലെ കുടുംബം വർക്ക് ചെയ്യുന്നത് നോക്കൂ. നമുക്കതിലൊരു ഗൃഹനാഥനെ കാണാം. അഗൈൻ ഇൻ കോട്ട്സ് ആണ്, ഗൃഹനാഥൻ ആയിട്ട് മോഹൻലാലിനെ കാണാം. മലയാളി എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ്, പ്രത്യേകിച്ച് മധ്യവർഗ മലയാളി ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്ന ഗൃഹനാഥൻ എന്നുള്ളത്. ഇത് പലരും മുൻപ് ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. അത്തരത്തിൽ മോഹൻലാൽ എന്ന ഗൃഹനാഥനെ അവതരിപ്പിക്കുന്നതിലൂടെ ദൃശ്യം ഒരു പരിധിവരെ മലയാളികളെ സ്വാധീനിക്കുന്നത് ആ നിലയ്ക്കാണ്. പിന്നെ അതിലെ മറ്റംഗങ്ങളെ നോക്കൂ. അതിലെ ഭാര്യയായിട്ടുള്ള മീന, നമുക്ക് കണ്ടാൽ അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. മീന അതിൽ വളരെ ഒരു സൈലന്റ് ആയ ഒരു പാർട്ണറാണ് കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മോഹൻലാലും, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗൃഹനാഥനായ മോഹൻലാൽ ആ സമയത്ത്. മീനയുടെ റോൾ അവിടെ വളരെ പരിമിതമാണ്. പക്ഷെ ഒരു അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്താണോ മധ്യവർഗ മലയാളി ഒരു കുടുംബത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ മിഡിൽ ക്ലാസ് മലയാളിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വിട്ടമ്മയായിട്ട് മീന മാറുന്നുണ്ട്. 2 പെൺകുട്ടികളെ അവിടെ കാണാം. ഇത്തരത്തിൽ കുടുംബം അങ്ങനെ മലയാളി ഇഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ടുപോവുകയും കുടുംബത്തിന് പ്രശ്നം വരികയും ചെയ്യുന്നു. ഈ ഒരു കുടുംബത്തിന് പ്രശ്നം വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗൃഹനാഥൻ ആയിട്ടുള്ള മോഹൻലാൽ വീട്ടിലില്ല എന്ന് ആലോചിക്കണം. വീട്ടിലില്ലാത്ത സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നത്തെ ഈ ഗൃഹനാഥയും മക്കളും കൂടി കൈകാര്യം ചെയ്യുന്ന സമയത്ത്, ഡീൽ ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ടത് പറ്റുന്നില്ല. അപ്പൊ അത് ഇൻഡയറക്ട്ലി സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കുടുംബത്തിനൊരു പ്രശ്നം വന്നാൽ അവിടെ ഗൃഹനാഥൻ മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. പുള്ളിയുടെ പ്രസൻസ് അവിടെ അത്യാവശ്യമാണ്. ആ പുള്ളിയുടെ പ്രസൻസ് ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒരു അതിഥി ആയിട്ടുള്ള വരുൺ വരികയും ആ പ്രശ്നത്തെ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യണം. അത് പ്രശ്നമാവുകയാണ്. എഗെയിൻ ഈ പ്രശ്നത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കും. പുറത്തുള്ള ഗൃഹനാഥൻ വീണ്ടും വരേണ്ട അവസ്ഥയാണ്. പുറത്ത് നിന്ന് മോഹൻലാൽ വന്ന് പിന്നീട് ഈ വിഷയത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ, അങ്ങനെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ആ ഒരു ഗൃഹനാഥന്റെ ഒരു ഫിഗറാണ് ദൃശ്യം ആ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് സമ്മാനിച്ചത്. മലയാളി അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുടുംബം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ദൃശ്യം മലയാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നിനക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ആസിഫിന്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഇതിലെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് വരുന്നത്? കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ഹരി പറഞ്ഞ പോലെ കുടുംബം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഗൃഹനാഥൻ ഉള്ള മോഹൻലാൽ, എനിക്ക് തോന്നുന്നു ജീത്തു ജോസഫ് ആദ്യം സമീപിച്ചത് മമ്മൂട്ടിയാണ് ഈ കഥാപാത്രം ചെയ്യാൻ. അപ്പൊ ചിലപ്പോൾ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഇതുപോലെ ദൃശ്യം തുടങ്ങുന്ന സമയത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഭാര്യയോട് രസകരമായിട്ടുള്ള തമാശകൾ കുടുംബത്തോടൊപ്പം നിന്ന് ചെയ്യുന്ന, അത് മോഹൻലാൽ ആയതുകൊണ്ട് മലയാളിക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കാരണം മോഹൻലാലിന്റെ ആ ഒരു കുസൃതിയും മോഹൻലാലിന്റെ തമാശകളും മലയാളികൾക്ക് കുറച്ചൊരു ഇഷ്ടമാണല്ലോ. മമ്മൂട്ടി ആകുമ്പോൾ കുറച്ച് ചിലപ്പോൾ സീരിയസ് ആയ ഒരു ഫാദർ ഫിഗറായി മാറിയാൽ മമ്മൂട്ടിയെ കാണുന്ന ഒരു പാട്രിയാർക്കൽ ഒരു ഫിഗർ ആയിട്ടൊക്കെയാണല്ലോ.
അപ്പൊ ഈ കഥാപാത്രങ്ങളിൽ വരുമ്പോ ഇപ്പൊ മീന, മോഹൻലാലിന്റെ ഭാര്യയുടെ കഥാപാത്രം ചെയ്യുന്ന മീന എപ്പോഴും ജോർജ് കുട്ടിയുടെ അടുത്ത് എന്തിനും പരാതിയാണ്. ഈ അയൽപക്കക്കാര് ഉള്ള പോലെ നമ്മുടെ ഉർവശിയൊക്കെ തലയാണ മന്ത്രത്തിൽ ചെയ്ത കഥാപാത്രം പോലെ ഉള്ള ഒരു കഥാപാത്രം. നമ്മുടെ അയലത്തെ അദ്ദേഹത്തിലെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്നൊരു സാധാരണ ഒരു വീട്ടമ്മ എന്തിനും എല്ലാത്തിനും പരാതി പറയുന്ന ഒരു വീട്ടമ്മയും സാധാരണക്കാരായിട്ടുള്ള കുടുംബം ഒരു 2 അതാണ് പെൺകുട്ടികൾ. ഒരുപാട് ആഗ്രഹങ്ങളുള്ള അല്ലെ ഒരു ആംബിഷ്യസ് കഥാപാത്രമാണ്. ഒരു അതെ, മിഡിൽ ക്ലാസിന്റെ ആ ഒരു ആംബിഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിൽ തന്നെ ആ ഒരു സ്ത്രീയെ പ്ലേസ് ചെയ്യുന്ന വീട്ടമ്മയെ പ്ലേസ് ചെയ്യുന്ന നമ്മൾ കല്യാണ മന്ത്രം മുതൽ കാണുന്നതാണല്ലോ. അതെ, പൊതുവെ ഇങ്ങനെയാണ് സ്ത്രീകളെ കുടുംബത്തിനകത്ത് മലയാളി പ്ലേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ഒരു തുടർച്ച അവിടെ കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായും. അതെ, അതെ. ഈ നമ്മളീ പറയുന്ന പോലെ എന്താ ഈ ഭർത്രോ രക്ഷതി കൗമാരെ എന്താണ് പിതോ രക്ഷതി അങ്ങനെ ഒരു അതെ അതെ ഇതുണ്ടല്ലോ. അതിന്റെ അതുപോലെയാണ്. ഇപ്പം ഭാര്യയും മക്കളെയും മോഹൻലാൽ അതുപോലെയാണ് സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അതെ അപ്പൊ അതെ അതെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവര് വീക്കാണ് എന്നുള്ളത് ആദ്യത്തെ ദൃശ്യം ഫസ്റ്റിൽ തന്നെ അവര് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഭർത്താവില്ലാതെ പുരുഷനില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള ഒരു സംഭവം. അപ്പൊ കഥാപാത്രങ്ങളില് മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മാത്രമാണ് ഒരുപാട് ഇമോഷൻസ് എന്താണ് നമ്മളോട് അതാണ്. പറയാനുള്ളത്. സാധാരണക്കാരന്റെ ബോഡി ലാംഗ്വേജും. ഈ ദൃശ്യം 1 ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നുണ്ട്. 2013 എന്നാണ് എന്റെ ഓർമ്മ ദൃശ്യം റിലീസാവുന്നത്. അപ്പൊ അതെ ഹരിക്ക് എന്ത് അതെ അതെ തോന്നുന്നു? കേരളത്തിന്റെ ഒരു വളർച്ചയും ഈ ദൃശ്യത്തോടൊപ്പം എങ്ങനെയാ 2013 നിന്നുള്ള ഒരു മാറ്റം കേരളത്തിന്റെയും സിനിമയുടെയും മൊത്തത്തിൽ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒരു വളർച്ച നോക്കുമ്പോഴേ മലയാളിയും ദൃശ്യവും ദൃശ്യത്തിലെ കഥാപാത്രങ്ങളും കഴിഞ്ഞ 10-12 വർഷത്തിൽ എങ്ങനെ വളർന്നു നോക്കിയ നല്ല രസകരമായ ഒരു ചിന്തയാണത്. കാരണം ദൃശ്യം 1 നമ്മൾ കാണുന്നതേ ചായക്കടയിൽ പോയി ചായ കുടിക്കുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമുള്ള ഒരു ജോർജ് കുട്ടിയാണ്. അദ്ദേഹത്തിന് വലിയ ആംബിഷൻസ് ഒന്നുമില്ല. ചെറിയ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഈ പറഞ്ഞ പോലെ തന്റെ കുടുംബവുമായിട്ട് ധ്യാനം കൂടാനൊക്കെ പോകുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ് ജീവിതം ജീവിക്കുന്ന ജോർജ് കുട്ടിയാണ്. പിന്നീട് ഈ ഒരു 2 സിനിമയുടെ 2 എപ്പിസോഡ് കഴിഞ്ഞ് അതിന്റെ ഫ്രാഞ്ചൈസിയുടെ 3-ാം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കുറെ കൂടി തന്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ഒരു ജോർജ് കുട്ടിയാണ്. അതായത് പണ്ടത്തെ പാവം സാധാരണക്കാരൻ ജോർജ് കുട്ടിന്ന് ഇന്നയാൾ സിനിമാ പ്രൊഡ്യൂസറായിട്ട് അയാൾ മാറുന്നുണ്ട്. അയാൾ കുറച്ചുകൂടി വലിയ പരിചയങ്ങളുള്ള ആളാണ്. അയാൾക്ക് സുഹൃത്ത് വലയം കുറച്ചുകൂടി വലുതാണ്. ആൾക്കാരെ സഹായിക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തരത്തിൽ അയാൾ കുറെ കൂടി വലുതായി. അതോടൊപ്പം മലയാളിയുടെ ഒരു 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 ജീവിത പരിസരവും മാറിയതായിട്ട് നമുക്ക് കാണാം. 2013 നിന്ന് ഒരുപക്ഷെ 26ലേക്ക് എത്തുന്ന സമയത്ത് അന്നത്തെ കേരളം അല്ല ഇന്നത്തെ കേരളം. നമ്മുടെ ആഗ്രഹങ്ങൾ മാറി. കേരളം മൊത്തത്തിൽ മാറി. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു ജനതയായി നമ്മൾ മാറി. വിദേശത്തേക്ക് ചെറുപ്പക്കാര് പഠിക്കാനായി പോകാൻ തുടങ്ങി. ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരുപക്ഷെ ഗൾഫ് മാത്രമായിരുന്നു നമുക്ക് അന്യദേശമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു വിദേശമെങ്കിൽ ഇന്ന് നമ്മുടെ വിദേശം എന്ന് പറയുന്നത് ലോകം മുഴുവനാണ്. അപ്പൊ അത്തരത്തിലുള്ള മലയാളിയുടെ ആ ഒരു വലിയൊരു വികസനത്തെ ആ ഒരു മാറ്റത്തെ വളർച്ചയൊക്കെ ദൃശ്യവും കൂടി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ദൃശ്യത്തിലെ കഥാപാത്രങ്ങളും അതിന്റെ കഥാപരിസരവും വളരുന്നത് മലയാളിയുടെ ഒപ്പം തന്നെയാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ 2 OTTയിൽ ആയിരുന്നല്ലോ വന്നിരുന്നത്. അപ്പൊ ഈ OTT വന്നത് ഏതെങ്കിലും തരത്തിൽ അതിനെ ബാധിച്ചോ? എന്താണ് നിന്റെ ഒരു അഭിപ്രായത്തിൽ OTT വന്നതുകൊണ്ട് ദൃശ്യം എങ്ങനെ 2-ാം ഭാഗത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്? ദൃശ്യം 2-ാം ഭാഗം വരുന്നത് നമ്മുടെ കോവിഡിന്റെ ഒക്കെ ഒരു സമയത്താണ്. അപ്പോ OTTക്ക് വേണ്ടി എടുത്ത ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. കാരണം ദൃശ്യം 1 എടുക്കുകയാണെങ്കിൽ രാജാക്കാട്, തൊടുപുഴ, രാജാക്കാട് പോലീസ് സ്റ്റേഷൻ, രാജാക്കാടല്ലേ? അതെ 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 അതെ. ഹൈ റേഞ്ച് ആണ്. തൊടുപുഴയിലെ വീടും അവിടെ പോയി അവര് ഷൂട്ട് ചെയ്ത് യഥാർത്ഥത്തിലുള്ള ഒരു തൊടുപുഴയുടെ ഒരു ഭംഗിയും അതിന്റെ ഒരു ജിയോഗ്രഫിയും നമുക്ക് കാണാം. പക്ഷേ ദൃശ്യം 2ലേക്ക് വരുമ്പോ പോലീസ് സ്റ്റേഷൻ മുതൽ ജോർജ് കുട്ടിയുടെ ഓഫീസും എല്ലാം സെറ്റ് ഇട്ടതാണ്. എല്ലാം അതെ. സെറ്റ് ഇട്ടതാണ്. എനിക്ക് തോന്നുന്നു ആ ദൃശ്യം 2ലെ ആ ഒരു ദൃശ്യം 1ലെ ക്ലൈമാക്സ് ഇതിന്റെ ആ പ്രധാനപ്പെട്ട ഭാഗം ദൃശ്യം 2ല് റിവീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ചിലപ്പോ സെറ്റ് ഇടാൻ തീരുമാനിച്ചത്. എന്നാലും ദൃശ്യം 2 മുഴുവനായിട്ട് OTTയിലേക്ക് എടുത്തപ്പോ ഒരുപാട് അവര് കോംപ്രമൈസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് സെറ്റുകളായിട്ടാണ്. തോന്നിയ കാര്യം പ്രധാനമായിട്ട് കുറച്ചുകൂടി ഇവരുടെ പല ട്വിസ്റ്റുകളും കൺവീനിയന്റ് ആയി തുടങ്ങുന്നത് 2-ാം ഭാഗത്തിലാണ്. അതെ. 1-ാം ഭാഗത്തിൽ കുറച്ചുകൂടി ബിലീവബിൾ ആയിരുന്നു. നമുക്ക് വിശ്വസിക്കാവുന്ന ട്വിസ്റ്റുകളും വിശ്വസിക്കാവുന്ന തരത്തിലുള്ള കഥാസന്ദർഭങ്ങളൊക്കെ ആയിരുന്നു. 2-ാം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു കൺവീനിയൻസിലേക്ക് പോയത് എനിക്ക് തോന്നിയിരുന്നു. അതെ. അതെ. പലതും പല ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ഡയലോഗുകള് അതുപോലെ അതാണ്. പരസ്യ ബോർഡുകളൊക്കെ വെച്ചുകൊണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്രമൈസ് ദൃശ്യം 2 ചെയ്തു. പക്ഷെ ദൃശ്യം 2 ഇല്ലെങ്കിൽ ദൃശ്യം 3 ഇല്ല.
ദൃശ്യം 1 എടുത്തു കഴിഞ്ഞാൽ അതില് വളരെ ഓർഗാനിക് ആയിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ജോർജ് കുട്ടി അങ്ങനെ അറിയുന്നതും അവിടെ അങ്ങനെ ഒരു എന്താണ് ഏച്ചുകൂട്ടൽ ഇല്ലാത്ത ഒരു ഇതായിരുന്നു ദൃശ്യം 1 രണ്ടാമത് ഈ അതെ. പറഞ്ഞ പോലെ OTTക്ക് വേണ്ടി എടുത്തപ്പോൾ ഒരുപാട് പരിമിതികൾ വന്നു. ഒട്ടും കൺവിൻസിങ് അല്ലാത്ത ഒരു എൻഡിങ്ങും എന്ന് വെച്ചാൽ ലോജിക്കലി പെട്ടെന്ന് ത്രീയിലേക്ക് വരുമ്പോ നമുക്ക് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് ഈ ജോർജ് കുട്ടിയിലേക്ക് പണം ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ അവിടെ അത് ശരിക്കും ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെയാണ് ജിത്തു ജോസഫ് അവിടെ സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ജോർജ് കുട്ടി മലയാളികൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ദൃശ്യം സിനിമയുടെ ആ ഒരു മൊത്തം പിന്നെ ഫ്രാഞ്ചൈസിയെ ജോർജ് കുട്ടിയിലേക്ക് ചുരുക്കിക്കൊണ്ട് ജോർജ് കുട്ടി എന്നൊരു ഒറ്റ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന തരത്തിലാണ് അവിടെ ജീത്തു ചെയ്യുന്നതെന്ന് തോന്നാം. ഒന്ന് ഈ ദൃശ്യത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, ഈ മലയാളികൾക്ക് ഈ പ്രത്യേകിച്ച് മധ്യവർഗ മലയാളികൾക്ക് ഈ മെഗാ സീരിയലിനോടുള്ള ഇഷ്ടം, മെഗാ അതെ സീരിയലും തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തെയാണല്ലോ. അതിന് ഈ മെഗാ സീരിയലിനോടുള്ള മലയാളിയുടെ ഇഷ്ടം ശരിക്കും ദൃശ്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബം, കുടുംബത്തിനകത്തുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ സീരിയലിന്റെ ഒരു സ്വഭാവം പലപ്പോഴും ദൃശ്യത്തിനുള്ളതായിട്ട് കാണാം. ദൃശ്യം 1 തന്നെ ആദ്യ ഭാഗം ശരിക്കും ഒരു സീരിയലിന്റെ രീതിയിൽ പോവുകയും രണ്ടാം ഭാഗം അതിഗംഭീരമായ രീതിയിൽ സ്പീഡ് കൈവരിച്ച് വേഗം കൈവരിച്ച് പോവുകയും ചെയ്ത ഒരു അവസരം, ഒരു അവസ്ഥയായിരുന്നു. രണ്ടാം ഭാഗത്ത് OTTയിൽ വന്ന ദൃശ്യം 2 പറ്റി പലരും പറഞ്ഞ പ്രധാന ഒരു പരാതി, ഈ ഒരു മീനയുടെ കഥാപാത്രത്തെ അവരൊരു സീരിയൽ വഴിക്ക് തിരിച്ചുവിടുകയും മോഹൻലാലിനെ ഇപ്പോഴത്തെ ഒരു ത്രില്ലർ സിനിമയുടെ വഴിക്ക് വിടുകയും ചെയ്തു എന്നുള്ള പ്രശ്നമുണ്ട്. 3ലേക്ക് വരുമ്പോഴും എനിക്ക് ആ ഒരു പ്രശ്നം തോന്നി. അതൊരു പ്രശ്നം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലാത്ത ആൾക്കാരുണ്ടാവും. അതെ ഇതിൽ ഈ ഭയങ്കരമായ ആ ഒരു സീരിയൽ സ്വാധീനം ദൃശ്യം 3യെ നല്ല രീതിയിൽ സ്വാധീനിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ ആദ്യ പകുതി എടുത്തു കഴിഞ്ഞാല് ഈ കുടുംബം തമ്മിലുള്ള ചർച്ചകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ സീരിയലിൽ കാണുന്ന തരത്തില് അവിടുത്തെ ഇളയ പെൺകുട്ടിയെ ഒരു തമാശക്കാരി അവള് ഒരു പെൺകുട്ടി ഒരു ജെൻസി ഒക്കെ ഒരു എന്താണ് അമ്മാവൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാണുന്ന എന്ന് അതെ അതെ തോന്നിയിട്ടുണ്ട്. അവര് പറയുന്ന മുഖവിലയ്ക്ക് എടുക്കാതെ ഇപ്പോഴും മാട്രിമോണിയലും അങ്ങനെ ഒരുപാട് ടെക്നോളജി വളർന്ന കാലത്തും ഒരുപാട് ബ്രോക്കർമാര് വന്ന് പെണ്ണന്വേഷിക്കുന്നതും അതൊക്കെ അതെ ഒരു അതെ സീരിയലിന്റെ അതായത് ദൃശ്യം 1ന്റെ ആ ഒരു ഇതിലോട്ട് തന്നെ പോയി. പിന്നെ ആ ഒരു സെക്കൻഡ് ഹാഫ് അതുപോലെ ഒരു ത്രില്ലിംഗ് ആക്കാം എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും അദ്ദേഹം ചെയ്തത്. പക്ഷെ മോഹൻലാൽ എന്നുള്ള ആ ഒരു താരത്തെ അവിടെ വെച്ചുകൊണ്ട് അവര് അത് സെല്ല് ചെയ്യാണ് ചെയ്തത്. പിന്നെ ചില കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലെ, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഒക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ ജോർജ് അതെ കുട്ടിയുടെ മനസ്സിലോട്ടൊക്കെ കടന്ന് അല്ലെ, അങ്ങനെ ഒരു സാധനം തോന്നിയിരുന്നോ? ഉണ്ട്. പിന്നെ മോഹൻലാലിന്റെ തന്നെ ചില സട്ടിൽ ആയിട്ടുള്ള ചില റിയാക്ഷൻസ് ഒക്കെ മോഹൻലാൽ അതെ കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് അഭിനയിക്കാൻ ഉള്ള ഒരു സ്കോപ്പ് ആണാണ്. പക്ഷെ ഒരു ഈ പ്രിമൈസിൽ വന്നൊരു വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്, ഈ ദൃശ്യം 1 നമുക്ക് തന്നെ തോന്നുന്നൊരു കാര്യം, ഇതെന്ന് പറയുന്ന ഒരു കോമൺ മാൻ വേഴ്സസ് ദ സിസ്റ്റമാണ്. അതെ സിസ്റ്റം വളരെ പവർഫുൾ ആയി നിൽക്കുകയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ ഒരാള് ഒരു തൊഴിലാളി ഈ സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്യുകയും ചെയ്താണ് നമ്മൾ കാണുന്നത്. ആ ഒരു സിമ്പതി മലയാളിക്ക് കഥാപാത്രത്തിലുണ്ടായിരുന്നു. 3 വരുന്ന സമയത്ത് ജോർജ് കുട്ടി ഇപ്പൊ ഒരു കോമൺ മാൻ അല്ല. അതെ ജോർജ് കുട്ടി ഒരു സിസ്റ്റം തന്നെയായി മാറാൻ തക്കവണ്ണം, അല്ല അയാൾക്ക് DGP ഓഫീസിലേക്കൊക്കെ കടന്നു ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം വരെ കിട്ടുന്ന, അധികാരം കിട്ടുന്ന ഒരാളാണ്. അതെ സിനിമ താരങ്ങളുമായിട്ട് സൗഹൃദങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ആ ജോർജ് കുട്ടി ഒരു കോമൺ മാനിൽ നിന്ന് അയാൾ കൂടി ഒരു സിസ്റ്റത്തോടല്ലേ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്കൊക്കെ ചില കൺഫ്യൂഷൻ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു പക്ഷെ ഉണ്ടായേക്കാം. ഇതല്ലല്ലോ നമ്മൾ കണ്ടുവന്ന ദൃശ്യം എന്ന് തോന്നിയേക്കാം. ആ ഒരു പക്ഷെ അവിടെ നിൽക്കുന്നുണ്ട്. മലയാളിക്ക് എപ്പോഴും ഈ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന നായകനോടാണല്ലോ പണ്ട് മുതലേ അതെ പേടി. അതെ അതെ അതെ. അപ്പൊ പലർക്കും ഒരു മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായം തോന്നാൻ കാരണം അതുകൊണ്ട് തന്നെയായിരിക്കും. പിന്നെ ആ ആ സിനിമ ആ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയി പോകും. എന്നാലും അതെ, അവസാനം നമ്മൾ കേൾക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. നമുക്ക് ഈ സിനിമയെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതൊരു സ്പോയിലർ എലിമെന്റ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ദൃശ്യം 3യെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചൊരു നിലവാരത്തിലേക്ക് ഉയർന്നില്ല. എന്നാൽ അത് മോശമാണ് എന്നും പറയുന്നില്ല. മോശമാണെന്ന് പറയാൻ ഒരു മോശം സിനിമയല്ല. അല്ല, ഒരു ശരാശരി അനുഭവം പ്രേക്ഷകന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂ വന്നാൽ തന്നെ ജനം കയറുമെന്ന് പറയുന്ന പോലെ ഇപ്പോഴും 200 കോടി അതെ അതെ കടന്ന് 300 കോടിയിലേക്ക് അപ്പൊ ഇതാണ്. അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ കഴിഞ്ഞ അതെ ദിവസം നമ്മുടെ അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിനെ റിവീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പറയാമെന്ന് തോന്നുന്നു. സഹദേവനെ അവര് ആ റിവീൽ പറയാം പറയാം. പക്ഷെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് മോഹൻലാലിന് കഥാപാത്ര സൃഷ്ടി തന്നെ അദ്ദേഹത്തിന്റെ വേഷം അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് പ്രായം ഒരു 2013 ആദ്യം വന്നിട്ട് ഇത്രയും മോഹൻലാലിന് പ്രായം ഒട്ടും
കൂടുന്നില്ല. അതുപോലെ തന്നെ മീനയാണെങ്കിൽ ജോർജ് കുട്ടി ഇപ്പോഴൊരു 40കളിലാണ് നിൽക്കുന്നത്. എന്താ പ്രശ്നം? മക്കള് വളർന്നു. അതെ, അതെ. മക്കൾ വളർന്നു, വിദേശത്തൊക്കെ പഠിക്കാനുള്ള പ്രായമായി. അതെ, 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 അതെ. ഓക്കെ. അപ്പൊ അതൊരു വിഷയമാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു പ്രശ്നം അത്രയിൽ ഈ കഥാപാത്രങ്ങളുടെ ഒരു ആർക്ക് നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. അതായത് കഥാപാത്രങ്ങൾ പലരും. ഉദാഹരണം പറഞ്ഞാൽ ഒരു വീണയുടെ കഥാപാത്രം, വീണ നന്ദകുമാറിന്റെ കഥാപാത്രം. അത് എവിടുന്നോ തുടങ്ങിയത് എവിടെ എത്താത്ത ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഏതൊക്കെയോ ഒരു സ്ഥലത്ത് വെച്ച് പല കഥാപാത്രങ്ങളും ജിത്തു ജോസഫും ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. എല്ലാം ജോർജ് കുട്ടിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ ആ ഒരു കഥാപാത്രത്തിന്റെ ആർക്കുകൾ കംപ്ലീറ്റ് ആക്കുന്നതിൽ എവിടെയൊക്കെയോ ചില പാളിച്ച പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതാണ് ഒരു വലിയ ഒരു വിമർശനമായിട്ട് തോന്നുന്നത് ആ പടത്തിന്റെ. അതെ, അതെ. ഒന്നുകൂടെ നന്നാക്കാമായിരുന്ന ഒരു ആഹ് തീർച്ചയായും, തീർച്ചയായും. പക്ഷെ ഇത് പ്ലോട്ട് ആയിരുന്നു. അവസാനിപ്പിക്കുന്നത് ഇനിയും വേണമെങ്കിൽ ഇതിന്റെ ദൃശ്യം 4, 5 വരാം എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്. എളുപ്പം അവരിതിനെ കൈവിടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം മലയാളികൾ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഞ്ചൈസി കൂടിയാണല്ലോ. അതെ, അതെ, അതെ. നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും അടുത്ത ദൃശ്യം അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒക്കെ. അപ്പോ ദൃശ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സംസാരിച്ചാലും തീരില്ല. അങ്ങനെ ഒരുപാടുണ്ട് ദൃശ്യം 1, 2, 3. അപ്പോ അതെ, അതെ, അതെ. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ ഇന്നത്തെ വിഷയം ചർച്ച. തീർച്ചയായും, തീർച്ചയായും. അപ്പോ ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങളങ്ങനെ ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവച്ചു. ആദ്യത്തെ എപ്പിസോഡാണ്. അതിൻ്റെതായ ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എല്ലാവരും അത് ക്ഷമിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പുതിയ വിഷയങ്ങളുമായി, പുതിയ സിനിമകളുമായി, ഒരുപക്ഷെ പഴയ നമ്മൾ കണ്ട സിനിമകളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ സിനിമാ നോട്ടം നിങ്ങളെല്ലാവരും കണ്ട് കൂടെ നിൽക്കുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു പുതിയ സിനിമാ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.